ഹായ്, ഞാൻ അശ്വതി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റാണ് പഠിച്ചത്. ഹലോ, ഐ എം അസിക. ഐ എം ഫ്രം കാലിക്കറ്റ്. ഞാൻ ഇവിടെ പഠിച്ചത് PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ബോട്ടണി ഡിഗ്രി. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചൂസ് ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്നാൽ ഒരു ലൈഫെല്ലാം ഒന്ന് സെറ്റിൽഡ് ആവണം, കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ്, അതായത് ലോങ് ടേം ആയിട്ടൊരു കോഴ്സ് എടുത്ത് പഠിക്കാണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൾ ഇൻസ്റ്റഗ്രാമിൽ റിലയൻറ്റിൻ്റെ ഒരു ആഡ് കണ്ട്, പിന്നെ നമ്മൾ റിലയൻറ്റിനെ പറ്റി അന്വേഷിച്ച്, അപ്പോൾ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. സ്വതവേ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടീവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. മീൻസ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ ഭയങ്കര ക്ലാസ് റൂമിലായാലും പുറത്തായാലും ഒക്കെ ഭയങ്കര കമ്പനിയാണ്, ജോളി വൈബാണ്. പിന്നെ പ്രോഗ്രാംസൊക്കെ അടിപൊളിയേനും. ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ സ്പോർട്സ് ഡേ, ഓണത്തിനും ക്രിസ്മസിനൊക്കെ പരിപാടി നടത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സ്പോർട്സ് ഡേ ഒന്നും നടത്തിയിട്ട് കണ്ടിട്ടില്ല. ഞാനിവിടുത്തെ പ്രൈം ക്ലബ് മെമ്പറായിരുന്നു. അപ്പോൾ ക്ലബ്ബിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സ്വതവേ ഒരു ഷൈ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടി ക്ലാസ്സിൽ പ്രസൻറ്റേഷനും ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ തന്നെ എല്ലാവരും ഈക്വലായിട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ മാറ്റി നിർത്തൂല. കോൺഫിഡൻസ് ഇല്ലാന്ന് വിചാരിച്ച് അവരെ അവിടെ ഇരുത്തൂല. എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഈ ആർട്സിലായാലും അങ്ങനെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഈ റിലാൻഡിൽ വന്നതിന് ശേഷമാണ് ഈ പ്രോഗ്രാംസിനൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടും എന്താ പറയുക, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിന്നത് റിലാൻഡിൽ വന്നതിന് ശേഷം. കുറച്ചും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത് റിലയൻത്തെ ഫാക്കൽറ്റീസാണ്. ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻറ്റേൺഷിപ്പിന് കയറിക്ക്. ഇവിടെ പ്ലേസ്മെൻറ്റ് ടീം നമുക്കൊരു ഓപ്ഷൻ തരും. ഫസ്റ്റ് ജോലിയാണോ അല്ലെങ്കിൽ പിന്നെ ഇൻറ്റേൺഷിപ്പാണോ നോക്കുന്നത് ഒരു ഓപ്ഷൻ തരും. അപ്പോൾ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്നൊരു ഇതിലാണ് ഫസ്റ്റ് തന്നെ ഉണ്ടായത്. റിലയിൽ ഇപ്പോൾ തിയറീസ് ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ നമുക്ക് കുറേ തിയറീസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ പോയപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ സാറുമാർ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ പോലെ ഉണ്ട്, ഗേൾസിന് ഈ ജോലി ആപ്റ്റാണോ. അപ്പോൾ അധിക ഗേൾസൊന്നും ആ സമയത്ത് അങ്ങനെ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഗേൾസ് ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തായാലും കുറേ ഗേൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബോയ്സ് ഗേൾസ് അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലി. അത് അവൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. ഇനിയിപ്പോൾ ഗേൾസിൻ്റെ തന്നെ മടിച്ച് നിൽക്കണ്ട. ഇതിപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഗേൾസിന്. അങ്ങനെ ഗേൾസ് ബോയ്സ് എന്നുള്ള അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ച സമയത്ത് നമുക്കൊരു അഷുറൻസ് വന്നായിരുന്നു, ഈ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെൻറ്റ് ഇവിടെ നാക്കി തരും എന്നുള്ളത്. അപ്പോൾ അത് അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ തന്നെയാണ് ഇപ്പോൾ പകുതിയോളം കുട്ടികൾ ഇപ്പം തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ബുക്കിൻ്റെ റിസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ക്ലാസ് കഴിഞ്ഞ പാട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എങ്ങനെ ഒരു ഇൻ്റർവ്യൂയിലേക്ക് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയല്ല പെരുമാറേണ്ടത്, അങ്ങനെയൊക്കെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഈ ക്വസ്റ്റ്യൻസ് ആയാലും ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയാലും എങ്ങനെ വരണം എന്നുള്ളൊരു വെൽ ഡ്രസ്ഡ് ആയിട്ട് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് കുറച്ച് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ് തുടങ്ങിയ പാടെ തന്നെ നമുക്ക് ഓരോ വീക്കിലും എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നന്നായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയൊക്കെ ആക്ടിവിറ്റീസും ഫെസിലിറ്റീസും പ്രോഗ്രാംസും ഒക്കെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് ഫാമിലിനോട് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ വീട്ടിലെ അമ്മക്കായാലും ഈ ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ടും ക്ലാസ് റൂമൊക്കെ കണ്ട് ഫെസിലിറ്റീസൊക്കെ കണ്ട് ഒരു ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോയത്. ഞങ്ങൾ അന്നെടുത്ത തീരുമാനം എന്തുകൊണ്ട് ഇപ്പം കറക്റ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ റിലയൻ എന്നുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ലോജിസ്റ്റിക്സും നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്.